മത്സരങ്ങൾക്ക് വിധികർത്താവായിട്ടും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം മത്സരങ്ങൾക്ക് കുട്ടികളെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ. പക്ഷേ ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഒരുപാട് വിധികർത്താക്കളെ തല്ലൂടേണ്ടി വരിക എന്നുള്ള കലാപരിപാടിയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ റീസെൻ്റ്ലി എവിടെ തൃശ്ശൂരിന് പുറമെ എറണാകുളത്തും മത്സരങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. എറണാകുളത്തും ഇപ്പോൾ ലാസ്റ്റ് വിളിച്ച് പത്തനംതിട്ടയുടെ നടക്കം എന്നെ വിളിച്ചു, മാഷ ഒന്ന് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് എനിക്ക് ഏറ്റവും സുഖം പഠിപ്പിക്കുന്നത്. ഞാൻ മിമിക്രിക്കാരാണെന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ അല്ലെങ്കിൽ കുട്ടീനെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം എൻ്റെ ഉള്ളിൽ ഈ സാധനം എടുക്കുകയാണ്. എടാ ആ സാധനം എങ്ങനെ ചെയ്യില്ല ഭയങ്കര അത് വിഷമമാണ് എനിക്ക്. കുട്ടി ഒന്നും അറിയില്ല കേട്ടോ, തുടങ്ങണുള്ളൂ, വളരെ നല്ല പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്ന മെയിൻ കാര്യം ഇതാണ്. ഇപ്പോഴും മിമിക്രി എടുത്ത് നോക്കുക, ആൺ വിഭാഗം ബോയ്സ് ഗേൾസിനുള്ള വ്യത്യാസം അത് കലോത്സവത്തിനുണ്ട്. ഇപ്പോഴും MG കലോത്സവത്തിലും നമ്മുടെ കേരളോത്സവത്തിലും ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് കേരളോത്സവം എന്ന് പറയുന്ന സാധനം. ആൺകുട്ടികൾ അല്ലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് കാണുമ്പോഴും പെൺകുട്ടികളുടെ വോക്കൽ വേറെയാണ്, ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഇതവർക്ക് പറ്റില്ല. ഇത് കോമഡി ആയിരിക്കും അവിടെ എങ്ങനെ ചെയ്താലും. ഞാനൊരു ട്രെയിലറൊക്കെ പഠിപ്പിച്ച് ഞാൻ തന്നെ ചിരിച്ച് വീട് വിട്ട് ഓടിയിട്ടുണ്ട്. കാരണം നമ്മളെടുക്കുന്ന ഒരു ബേസ് പക്ഷെ അത് മാറിയിട്ടുണ്ട്. സ്കൂൾ മാറി. ഇനിയും കേരളോത്സവം പോലത്തെ ഇതേ പറയാൻ കാരണമുണ്ട്. മിമിക്രിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവം, ആൺകുട്ടികൾ നല്ല 1, 2, 3 ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ അതിനു വേണ്ടി പഠിച്ച് അതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അഖില തിരുവനന്തപുരത്തുള്ള കുട്ടി, അഖിലയുടെയും അവരുടെയൊക്കെയും ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റിനൊക്കെ ഇട്ടിട്ട് ചെയ്യണം. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആണുങ്ങളുടെ ഒപ്പം മത്സരിച്ചാൽ പാവം എനിക്ക് ഭയങ്കര വിഷമമുള്ള. അതുകൊണ്ട് ഇത് കാണുന്ന ഇതാവരുത് നമ്മുടെ ഈ ടോക്ക്. കാണുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ മിമിക്രി ആൺകുട്ടികൾക്കും പെൺകുട്ടികളും കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം കുയിൽ, ഒരു ഉദാഹരണം കുയിൽ, ഞാനിപ്പോൾ കുയിലിൻ്റെ ശബ്ദം ചെയ്യാൻ പോവാം, ഇത്ര പറ്റുള്ളൂ. പക്ഷെ നേരെ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, അത് വെറുതെ കൂന്ന് പറഞ്ഞാൽ കറക്റ്റ് കുയിലായിരിക്കും. അതിൻ്റെ ഒരു വേരിയേഷൻ ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഏറ്റവും സുഖം നമ്മളെ എത്ര തലകുത്തി പറഞ്ഞാലും ആ സംഭവം കിട്ടില്ല. അത് മയിൽ നമുക്ക് പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ചെയ്യുമ്പോൾ ടോൺ മൊത്തം നമ്മളീ പറയണമെന്നല്ല, അങ്ങോട്ട് പോകുന്നു. അതായത് ഒരു മയിലിൻ്റെ വെച്ചാൽ നമ്മളിവിടെ ഇരുന്നാൽ 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ ശബ്ദം അലയടിച്ച് കേൾക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയ കുട്ടികളുണ്ട്. കുട്ടികളുടെ ശബ്ദവും രസകരമാണ്. കാരണം അവരുടെ വോക്കൽ കോഡ് തുറക്കുന്നത് 12, 13, 14 വയസ്സിലെ തുറക്കുള്ളൂ. 10ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ നമ്മൾ തുറക്കുള്ളൂ. പക്ഷേ ഈ 4ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ വന്നിട്ട് കുയിലും മയിൽ അതേപോലെ ഈ വണ്ടി റിവേഴ്സ് എടുക്കണതായാലും എക്സലൻ്റാണ്. പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇത്രയും 25 വർഷം കഴിഞ്ഞു മിമിക്രി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികൾക്കായൊരു മത്സരം വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള മത്സരം മുറുകയും ചെയ്യും. നമുക്ക് നല്ല മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു 25 വർഷം മുന്നേ പെൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിലൊന്നും ആരും പങ്കെടുക്കാറില്ലായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. പേരിനെങ്ങാനും ഒരാൾ പങ്കെടുക്കുന്നു എന്നല്ലാതെ ഒരു മത്സരം യഥാർത്ഥത്തിൽ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് പേര് അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് അവർ പെർഫോം ചെയ്ത് അവർ സമ്മാനം വാങ്ങി അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പേരുകൾ ഇപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കിയുള്ളത്, ആർദ്ര എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്, ബീറ്റ് ബോക്സിലാണ്, ആദർശ് ആർദ്ര. പിന്നെ പുതിയ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെയും വേറെ വേറെ തലങ്ങളിൽ എത്തി എന്നുള്ളതാണ്. അത് റാപ്പ് സംഗീതത്തിൽ കയറി ഒരുപാട് സിനിമ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ പണ്ട് ഈ സാധനമൊക്കെ പറ്റി വേറെ ലിപ് റോൾ, ഇപ്പോൾ അത് പറയുമ്പോൾ അധികം ആൾക്കാരെ അറിയുന്നത് ലിപ് റോൾ എന്ന് പറഞ്ഞാൽ പുതിയ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ ചെയ്യാൻ അറിയണ്ടാവും, പേരറിയണ്ടാവില്ല. ആ പേര് പറഞ്ഞ പോലത്തെ അത് വെൻട്രിലോക്കിസം സാധനം. പക്ഷെ ഞാൻ വെൻട്രിലോക്കിസം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. അത് പറഞ്ഞപ്പോൾ ഒരു സാധനം എടുക്കുന്നു, ഇപ്പോൾ അവിടെ ഉണ്ട്
കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്ന് ഈ സാധനം കിട്ടാനില്ല. ഓ ഇന്ന് യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേ ഫ്ലിപ്കാർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ആമസോൺ എടുത്തിട്ട് അടിക്കുക, മങ്കി ഉണ്ടല്ലോ ദിവസം മങ്കി ഇത്ര രൂപ അടുത്തടിച്ച് വന്നു. അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗുരുനാഥനെ തപ്പണം, ഈ മങ്കീനെ കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കണം, ഭയങ്കര റിസ്ക്കുള്ള കാര്യം. പക്ഷെ ഇന്ന് ഇത്രയും ഓപ്പർച്യൂണിറ്റികളും സംഭവങ്ങളും ഉണ്ടായിട്ടും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള സാധനം തന്നെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ സെപ്പറേറ്റ് ആക്കണം, സെപ്പറേറ്റ് ആക്കി പറ്റും. ഇതിനു വേണ്ടി ഞാൻ നാദിർഷക്കോട് പറഞ്ഞിട്ടുണ്ട്. നാദിർഷക്ക മന്ത്രിക്ക് എൻ്റെ റിപ്ലൈ ഒന്നും നാശിക പറഞ്ഞു. എനിക്ക് ഇവരിൽ കേരളത്തെ അറിയിച്ച രണ്ടാൾക്കാരും, ഒന്ന് നാദിർഷയും മണിച്ചേട്ടനും, ഇവരുടെ ട്രൂപ്പിലാണ് കൂടുതൽ ഞാൻ മലയാളത്തിൽ ചെയ്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരെ വിളിച്ച് നോക്കി, നടന്നില്ല. ഈ നടക്കുമെന്നറിയില്ല. ഇത് കാണുന്ന അധികാരികളൊന്നും ശ്രദ്ധിക്കുക. കേരളോത്സവത്തിന്റെ മാനുവല് ഇങ്ങനെ ആൺ പെൺ വ്യത്യാസത്തോട് കൂടിയിട്ടുള്ളതാക്കാൻ ആ മാനുവല് പരിഷ്കരിക്കണം. അതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മിമിക്രി താരങ്ങൾ വന്നിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റി നിന്നാണ് അല്ലേ? ടിനി ചേട്ടൻ, സലീംകുമാർ ചേട്ടൻ, അമ്മൽ, അങ്ങനെ കുറേ ആൾക്കാർ. പക്ഷെ ഞാൻ കണ്ടത്, ഞാനിങ്ങനെ സെൻറ്റർ SS എന്നെ വിളിക്കുകയാണ്, പ്രതിജ്ഞൻ ഒരു പ്രോഗ്രാമുണ്ട്, അപ്പം ബിജു ചേട്ടനാണ്, അങ്കമാലിയുടെ അടുത്തുള്ള ബിജു ചേട്ടനാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ലേഡീസ് കോളേജ്? അപ്പോൾ അറിയാലോ സെൻറ്റർ SS എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നു. അപ്പോൾ ഞാൻ ചെല്ല് സാധാരണ ഭാഷയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം നോക്കി, ഇതാണോ മിമിക്രി ഭാഷ? അതെ. അപ്പോൾ ഒരു ഡൗട്ട്, ഈ കോലവും വെച്ച് അന്ന് ഇതൊന്നും അല്ല സാധാരണ, ഈ ബാഗും തൂക്കി പ്രൊഫൈൽ പിടിച്ച പ്രൊഫൈൽ കിടക്കുന്നുണ്ട് കുറച്ച്. ഞാനങ്ങനെ ആരോടും ജെമി ചേട്ടാ ഞാനിതാണെന്ന് പറയില്ല, കാരണം അത് മാജിക്കിൽ നിന്ന് പഠിച്ച സാധനം. പെട്ടെന്ന് ആ സാധനം കാണുമ്പോഴേ അത്ഭുതം ഉണ്ടാവുള്ളൂ. അത്ഭുതം ഉണ്ടാകുമ്പോഴേ അതിൻ്റെ അടി അത്രയും പവറുള്ള. ബിൽഡപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പാളിച്ചായിരിക്കും, പക്ഷെ ഭയങ്കര താഴ്ത്തിക്ക് പോവും. മറ്റേ ചാനലിലും സൺ TV, സൂര്യ TV-യിൽ പ്രവർത്തിക്കുന്നു, സീ തെലുഗിൽ അതിൽ ചാനൽ ഗിന്നസ്. അപ്പോൾ ഈ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. പ്രൊഫൈൽ എന്തൊരു ആദ്യത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഇൻ വോക്കൽ സൗണ്ട് ഓഫ്, മുരളി സ്മാരക പുരസ്കാരം, കലാഭവൻ മണി പുരസ്കാരം, ഇങ്ങനെ ഒരു 12 എണ്ണം. അതുകൂടാതെ ചാനലെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാനൽ മലയാളം അല്ല കേട്ടോ ചേട്ടാ. ആദ്യത്തെ ചാനലിൽ വിജയ് TV, ആകെ ഒരു മലയാളി. 2000 ആൾക്കാരിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റെ നമ്പർ നോക്കിയപ്പോൾ എൻ്റെ നമ്പർ സെലക്ട് ചെയ്ത നമ്പർ 4. തമിഴ് അറിയില്ല, ഒന്നും അറിയാണ്ട് നമ്പർ 4. ഫസ്റ്റ് ചാനൽ വിജയ്, അവിടെ നിന്ന് സൺ TV എന്നാണ് രാജയെന്ന് എങ്ങോട്ട് വന്നത് മലയാളത്തേക്ക് എത്തണേ. അപ്പോൾ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തമിഴിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴും മൈൻഡിൽ മിമിക്രി തന്നെ ഉള്ളൂ. മിമിക്രി കുറേ ആൾക്കാരെ പഠിപ്പിക്കണം തന്നെ. ഇപ്പോഴും വേറെ വല്ലതും ബാക്കിൽ വേറെ ഒന്നുമില്ല. മിമിക്രി പഠിപ്പിക്കും, മാജിക്ക് പഠിപ്പിക്കും. മാജിക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ, സാധനങ്ങൾ വെച്ചിട്ടല്ല, വേറെ. ഏതൊരു കലാകാരനും ആളുടെ ഒരു കരിയർ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള ചില ഐറ്റങ്ങൾ ഉണ്ടാവും, നമ്മൾ ചില സ്പെഷ്യൽ ഐറ്റങ്ങൾ. അതാത് കാലത്ത് വലിയ ട്രെൻഡായി നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് കയ്യടി കിട്ടിയിട്ടുണ്ടാവുക. ഒപ്പം നമ്മുടെ പെർഫോമൻസും. എനിക്ക് തോന്നുന്നു പ്രതിജ്ഞൻ്റെ ഒരു വെടിച്ചില്ല ഐറ്റം എന്ന് പറയുന്നത് അന്യൻ സിനിമ ഇറങ്ങിയ സമയത്ത് 2005-2006 അതിൽ വിക്രമിൻ്റെ ആ ഒരു 3 ക്യാരക്ടറായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സൗണ്ട് മാജിക് നമുക്ക് ഇവിടെ ഒന്ന്. പക്ഷെ അന്നൊരു രസമുണ്ട്, മുടി ഇത്ര ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ആ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടാൽ തന്നെ ആ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടായിരുന്നു. അത് ചാനലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പഠിക്കാനായിട്ട് ഇന്ന് ആ തിയേറ്ററിൽ ഇല്ല. ബാലകൃഷ്ണ ഗുരുവായൂരില്ല. അവസാനത്തെ ടിക്കറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ ടിക്കറ്റിന് കിട്ടണേ ഏറ്റവും ഫസ്റ്റ് ഡേ ലാസ്റ്റ് ടിക്കറ്റ് എൻ്റെ മുന്നിൽ കഴിഞ്ഞ ആകെ 2 ടിക്കറ്റുള്ളൂ എനിക്ക് ചേട്ടൻ. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണുക. അതുകൊണ്ട് ആ ശബ്ദവും ആ വിഷ്വലും ശരിക്കും നമ്മൾ ആ സിനിമയുടെ ഉള്ളിലാണ്. അത് നമ്മൾ പറഞ്ഞാൽ അന്നത്തെ കാലത്തൊന്നും മിമിക്രി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജുറാസിക് പാർക്ക്, അങ്ങനെ അതുപോലെ ഇൻസ്പയർ ആയ സാധനമാണ് അന്യൻ. അവന് തുടക്കം പോത്തിന് ശബ്ദം അവിടെ കടവുള്ളു കമ്മണ്ണാട്ടി വിളിച്ചിട്ടുള്ള അവസാന ഫ്രണ്ടിൽ മുടി വരും. അത് ഒരു ക്യാരക്ടറല്ല, 3 ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ ഇപ്പം
അറിയമോ നാറ്റിയസ് കാൻറ്റീറ്റ് അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് സീനാണ് ഏറ്റവും ഹൈലൈറ്റ് സീൻ. അപ്പുറം ഇതേപോലെ ഇരുന്നിട്ട് ഉനക്ക് ഇത്തല്ലേ വലിയ വരുത് അപ്പുറം ഉണ്ടാകും ഇത്തല്ലേ വിളിച്ച് அப்புறம் என்ன ஆகும் அம்பி ஆடு கம்முனாட்டி நீ டாக்டரா அத கமிஷனரா டே மாடு அவர் சொன்னார் நானே നടിച്ച് പാക്കറിയാ யார் സാർ അടിച്ച ആക്ടൊക്കെ ഉണ്ടല്ലോ അന്ന് ഷർട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഇതുമ്പോഴല്ലോ யார் സാർ അടിച്ച അത് ആക്ഷൻ ആ ആക്ഷൻ രക്തവെള്ളായ് പെൺട്രിയടാ உனக்கு தெரியுதா என்ன சுட்டுறாது என்ன சொல்றா இந்த பெருமாசத்து அந்த 5 கிலோ பண்ணதும் எந்த தப்பு பண்ணது நான் தான் என்னை വിളിവിട്ടിരിക്കൂ അമ്പയെ പോലെ சொல்றா ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നതുകൊണ്ടാണ്. അന്ന് ആ സ്റ്റേജ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ള ക്ലൈമാക്സ്. പിന്നെ മാത്രമല്ല അതിന്റെ ഹെയർ സ്റ്റൈലും അതിന്റെ ടോട്ടൽ അപ്പീൽ വരുമ്പോൾ തന്നെ അതിലെ കാര്യങ്ങളൊക്കെ വേറെ ലെവലായി മാറും. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സാധനമുണ്ട്. ഒരു പോലീസ് ഓഫീസർ ചുട്ട് വറുത്തെടുത്തിട്ട് പ്രകാശ് രാജിൻ്റെ ചേട്ടനും അങ്ങോട്ടാണ്. അപ്പം ഇങ്ങനെ കരയില്ല ആളോ അങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും ഡക്കട അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് പറയണ്ട് കെട്ടിപ്പിടിച്ചേ എന്താ തമ്പി അഴുകല്ലേട്ടാ നീ. അപ്പോൾ അഴക്കല്ലപ്പാ അടക്കോ അടപ്പൊടിച്ച അപ്പോൾ ആ മീറ്റർ ഒന്നുമില്ല ഡയലോഗ് അഴകല്ലപ്പാ അവിടെ പ്രാന്തത്തിൽ കാണിക്കുമ്പോൾ ഈ രണ്ടുപേരും ഈക്വലായിട്ട് നിൽക്കലാണ് ആ പടത്തിൻ്റെ. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പടം വന്നിട്ടില്ല എന്ന്. വിക്രമിന്റെ കരിയറിൽ തന്നെ ഇത്രയും വലിയൊരു ഹിറ്റ് പിന്നീട് എന്തുകൊണ്ടൊക്കെയോ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തോരം പാട്ടുകളും വേറെ ലെവലായിരുന്നു. കുറേ സാധനങ്ങളുണ്ട്. ആ തവളയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ എല്ലാവരും മിമിക്രിയിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ചെറിയ അല്ലേ. ഞാൻ കണ്ടുപിടിച്ച സാധനം വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് മഴ ഇതിൽ ഒരു തുള്ളി വീഴ ശബ്ദം വീഴാം ഒരു ഐസിറ്റുള്ളത്. അപ്പം ഈ തവള ചാടുന്ന സീനൊക്കെ ഉണ്ട് ഇതിൽ. അത് വളരെ ക്ലോസ്. അപ്പം അവിടെ നിന്ന് തവള എന്ത് വ്യത്യസ്ത ശബ്ദം. അപ്പം ഈ മഴ പെയ്താൽ നമ്മുടെ നാട്ടുകളിൽ നാട്ടും പുറത്ത് പാടങ്ങളുണ്ട് അവിടെ ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഗാനമേള എല്ലാവരും ചേർന്നിട്ട് സാധനമാണ്. അതെങ്ങനെയാണെന്ന് അറിയാം ചോദിച്ചാൽ ചേർത്ത് നോക്കിയിട്ടാ ഭയങ്കര അങ്ങനെ. ഇപ്പോൾ തവള എന്ന് പറയാതെ തന്നെ ഞാൻ കുട്ടിക്ക് പഠിപ്പിച്ച സാധനമാണ് 3 സൗണ്ട് മോർഫിങ്. ചില ആദ്യം ഒരു തവള, പിന്നെ ആ ശബ്ദത്തിൽ നിന്നൊരു പോത്ത്, ആ ശബ്ദത്തിൽ നിന്ന് RX-100 ബൈക്കാണ്. വെൽക്കം 3 സൗണ്ട് മോർഫിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ തവള ചെയ്യാറുണ്ട്, പോത്ത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ തവളയും പോത്തും RX-100 ബൈക്ക് ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ ഫ്രെയിം ചെയ്യുക ഈ സാധനം. ഫ്രെയിം ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പുതുമയെ ഇതിനൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് പുതിയൊരു സാധനമൊക്കെ. അതുപോലെ തന്നെ ഇതധികം ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് സൺ ടി വിയിൽ എന്നെ വിളിക്കുക അടുത്ത പ്രതിജ്ഞ എന്ന് വിളിക്കുമ്പോൾ തമിഴിലാണ് എല്ലാവരും ഒന്നുമില്ല. അപ്പം ഉണ്ടാക്കിയ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ സൺ ടി വിയിലായിരുന്നല്ലോ ആദ്യത്തെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. മലയാളത്തിലൊരു ചാനലുകൾ അംഗീകരിക്കുന്നതിന് മുന്നേ തമിഴകം നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിലേക്ക് സെലക്ട് ആയത്? അറിയോ, ഈ സ്കിൻ ടോണും ഈ സാധനങ്ങളും മുടിയും ഇതൊക്കെ കൂടി വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ശ്രീലങ്കനാണോ അല്ല സിംഗപ്പൂർ. അപ്പം എനിക്കിത് പറയണ എന്താണെന്ന് അറിയില്ല. പക്ഷെ സൂപ്പർ തമ്പി അത്
അത് മനസ്സിലായി. സൂപ്പർ തമ്പി അത് തമിഴ്നാട്ടിൽ നിന്നൊരു ഗോൾഡ് മെഡലൊക്കെ കിട്ടി. പിന്നെ പ്രത്യേകത എന്താണെന്നറിയോ, തമിഴ് ഇൻഡസ്ട്രി ഇപ്പം മണിച്ചേട്ടൻ തന്നെ ഇവിടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജെമിനി ചെയ്തപ്പോഴുള്ള വേറെ ഓഡിയൻസാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ. അപ്പോൾ ആ ഡയറക്ടറാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് തന്നത്, ജെമിനിയിലത്തെ ഡയറക്ടർ சரண் சார் പറഞ്ഞു, நான் உனக்கு பார்க்கும்போது எனக்கு அந்த ஜெமினியில் நான் செலக்ட் பண்ணுற அவர் இருக்குல்ல கலாபவன் மணி, அந்த மாதிரி எனக்கு ஃபீல் ஆகுது. அந்நியன் இது டிவியில் பார்க்கும்போது இப்படி தான் இருந்தது, ஆனால் നേരടിயாக பார்க்கும்போது ഇതൊന്നും എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ കണ്ടില്ല. കാരണം വീട്ടിൽ ടി വി ഇല്ല, കേബിളുമില്ല, ടി വി ഇല്ല, കറണ്ടും ഇല്ല. പ്രോഗ്രാം അതിൽ വരുന്ന സമയത്ത് നമുക്കത് കാണാനുള്ള യോഗം ഇല്ല, ഉണ്ടായിട്ടില്ല സത്യമായിട്ടും. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിപ്പോൾ ആരാന്നൊന്നും എനിക്കറിയില്ല. ഒരു കറണ്ട് വലിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലൈൻ വലിക്കട്ടെ, വലിയ കേസാണ്. ഇപ്പം ഒന്നും പറ്റില്ല, കുറേ നൂലാമാരെന്ന് പറഞ്ഞ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ അതേ ആൾ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സൈക്കിൾ നിർത്തിയിട്ട് അടുത്ത പ്രോഗ്രാം ഞാൻ എവിടെയാണ്, ഏത് ടി വിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ പ്രാക്ടീസും നമ്മുടെ വാശിയും ഉണ്ടെങ്കിൽ നമ്മൾ ഉയരും എന്നുള്ള സംഭവം. അപ്പോൾ കോമഡിയാണത്. ഞാനിങ്ങനെ ഈ മഴക്കാലത്ത് ഒരു പാടമുണ്ട് അവിടെ, അപ്പോൾ പാടത്തിങ്ങനെ തലയിൽ നനയും, ആ ട്രോളി ബാഗ് നനയും, ഇങ്ങനെ ഞാൻ പോവാം, ഇതൊക്കെ കെറ്റിച്ച് ഇങ്ങനെ പിടിച്ച് പോവാം. അപ്പുറത്ത് കിട്ടുന്ന ഒരാൾ, അപ്പോൾ കാണുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊന്നും ഇല്ലല്ലേ, കുറവാ, നാടുവിട്ട നാടുവിട്ട് ഇവിടെ ഷോ കുറവാ, എവിടേക്കാ, അമേരിക്കയ്ക്കാ, ആളക്കളിയൊക്കെടാ. അപ്പം ഞാനത് ഓട്ടോറിക്ഷയിൽ പോയി കേട്ടോ, ചേട്ടൻ കാണിച്ചു, അത് അമേരിക്കൻ വിസ, ഇത് ടിക്കറ്റ്, ട്രെയിനിൽ ചെന്നൈ പോകണം, ചെന്നൈയിൽ നിന്ന്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നോക്കി, ഓട്ടോറിക്ഷ വിളിച്ച് തൊട്ടടുത്ത് ഏത്തായിടെ ഒരു ഷോപ്പാണ്. എവിടേക്കാ മോനെ, എവിടേക്കാ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏത്തായി വരെ എന്നാ പറഞ്ഞിട്ടുള്ളൂ, അമേരിക്കയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഇതാണോ. വേറൊരു വലിയ കോമഡി ഉണ്ട്, ഈ ചാനലുകളില്ലാത്ത കാലഘട്ടം എന്നെക്കുറിച്ച് എന്താണ്, കാരണം തമിഴിലാണല്ലോ ഷോ. എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ ചിന്തിച്ചെന്താ പറയുക, ഞാനേതോ മുടിയൊക്കെ ഉണ്ട്, ഒരു വൈകിട്ടൊരു കാർ വരും, ഒരു ബാഗും പെട്ടിക്കായിട്ട് ഞാൻ നടക്കും പോവും, ഒരു 5-6 ആൾക്കാരുണ്ടാവും. ആരില്ലാത്ത സമയത്ത് കാർ വരും, ഞാൻ മുടി ചപ്പറച്ചിപ്പറൊക്കെ അന്യനൊക്കെ ചെയ്തിട്ട് വരണേ, വരുന്നു ബാഗ് വേറെ കാറ്, പിന്നെ കള്ളക്കടത്താ വീടോട് തൂവും, വേറെ ഒന്നുമല്ല, വേറെ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്, നൈറ്റ് വരെ സൂക്ഷിക്കണം എന്നൊക്കെ. പിന്നെയാണ് അറിഞ്ഞത് സൺ ടി വിയിലാണ്, തമിഴിലാണെന്നൊക്കെ. ഈ അമേരിക്കയിലെ കാര്യം പറഞ്ഞു, അമേരിക്കയിൽ ഫസ്റ്റ് പ്രോഗ്രാം ഏതായിരുന്നു യു എസിൽ? അപ്പോൾ അമേരിക്കയിലെ സപ്പോർട്ടാണ് ഭയങ്കര രസമാണ്. അപ്പോൾ ഇങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ടാണല്ലോ അവിടുത്തെ ഇത് ഇൻ്റർവ്യൂ ഒക്കെ, പേര് പറയണില്ല നടൻ്റെ, എല്ലാവരും നടന്മാർ നടിമാരാണ്. അപ്പം അങ്ങനെ അപ്പോൾ GS വിജയൻ സാർ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വലിയ നടൻ നമ്മളിപ്പോഴത്തൊരാൾ ബാക്കിലേക്ക് ഉണ്ടല്ലോ, വിജയസായിട്ട് നിന്നെക്കാളും ഒരിക്കാൻ നോക്കി വെച്ചോ. അതേപോലെ തന്നെ ആ മഹാനടൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി എപ്പോഴും എൻ്റെ കൂടെ കൂട്ടും. അതാണ് നമ്മുടെ നിറമോ ഒന്നുമല്ല, കഴിവ് തന്നെയാണെന്ന് അമേരിക്കയിൽ. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അതിങ്ങനെ കൂടുതൽ ഫ്ലൈറ്റിലിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിവ് കിട്ടിയത് എന്താന്ന് പറഞ്ഞു, അന്യനാന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഞാൻ രമേശ് എന്ന് പറയുന്ന ഗുരുവായൂരത്ത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എടുക്കണ കണ്ടിട്ടാണ്, സത്യം പറയുമല്ലോ കോപ്പി തന്നെയാണ്. അതും നമ്മുടെ ചാവക്കാട് ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് അദ്ദേഹം ചെയ്യുന്നത്, രമേശ് ഏട്ടൻ നന്ന ആൾ ഓട്ടോറിക്ഷ ഓടിക്കുക. അങ്ങനെ വലിയ മറ്റേ ജില്ലയിൽ ഈ സെലക്ഷൻ കിട്ടിയ സബ് ജില്ല ഫസ്റ്റാണ്. ഈ സമയം സാനന്ദേ പറക്കണു മത്സരമാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഇതല്ലെങ്കിൽ ഇതൊക്കെയാണ്. ഞാൻ കേട്ടെന്നിട്ടാ അറിയോ, ടെസ്റ്റ് നമ്പർ ഇത് ഞാൻ അടുത്താണ് കേട്ടോ. അപ്പോൾ സാധനം കേൾക്കുക, അന്ന് ഇത്രയില്ല, ചൊമ്പിച്ച് സൈഡാണ് സംഭവമാണ് പറഞ്ഞത്. ഇതാണ് അവരെ ഞെട്ടിച്ചത്. ഇതിന് മിമിക്രിക്ക് ഏറ്റവും വേണ്ടത് ബ്രീത്ത് എക്സസൈസ് തന്നെയാണ്. ബ്രീത്ത് കൺട്രോൾ ചെയ്യുക.
പാട്ടിലായാലും നല്ല പാട്ടുകാർക്കും ഇത് തന്നെയല്ലേ, അതെ അതെ. ബ്രീത്താണ്, നമ്മുടെ ശ്വാസം തന്നെയാണ് ശബ്ദത്തിൻ്റെ മെയിൻ സാധനം. അപ്പം ഇത് പഠിച്ചു. അപ്പം ഇത് പല ഡൈനോസറിനായാലും ഞാൻ പറഞ്ഞു അത് ഉറക്കെ നമുക്ക് ഒഴിക്കാൻ പറ്റും, ഇങ്ങനെ പറ്റും, എല്ലാവർക്കും പറ്റും, വെറുതെ ഉള്ള. പക്ഷെ മൈന്യൂട്ട് വോയിസ്, ജുറാസിക് പാർക്കിൽ ഒരു സീനുണ്ട്, ആദ്യമൊക്കെ തല്ലുകൂടിയിട്ടൊക്കെ ജുറാസിക് പാർക്ക് കണ്ടത്. പക്ഷെ അത് ഉപയോഗമായി ഇപ്പോൾ. ഒരു കാറിൽ ഒരാൾ ഒരു സാധനം തട്ടിക്കൊണ്ട് പോവാണ്, മഴ സ്റ്റക്കായി, അപ്പോൾ ഒരു സാധനം പോണില്ല, മഴയിൽ തന്നെ വെള്ളി കിട്ടണ ഒരു സാധനം അപ്പോൾ അതിലേ പോയിട്ട് ഇതിലേ വരും. എന്നിട്ട് കരയണ സാധനമുണ്ട്, ഡോറുമ്മ ബോണറ്റുമ്പോൾ ചാടിക്കയറി നിർത്തി, ഈ സാധനമൊക്കെ എടുത്ത് വെച്ചു. ആ പശ തൂറ്റുന്ന സാധനമല്ലേ, അതിൻ്റെ ശബ്ദം ഫസ്റ്റ് എത്രയോ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം. മറ്റൊരു ഞാനൊക്കെ വിചാരിച്ചു ഒരുപാട് ശബ്ദങ്ങൾ ചെയ്താലാണ് അന്നത്തെ, പക്ഷേ ഇത് ഈ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ പൂച്ചക്കുട്ടി, കോഴിക്കുട്ടി, ഇങ്ങനെയുള്ള കുറേ ശബ്ദങ്ങൾ. ഏതെങ്കിലും സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്? എൻ്റെ ജെബിൻ ചേട്ടാ ഒന്നും പറയണ്ട. ഒരു ദിവസം 11 മണിക്കൊരു കോൾ വരാം, ഹലോ நீங்கள் பிரதிஜன் பிரதிஜன் ഒരു കുരങ്ങ് വോയിസ് பண்ண முடியுமா? കുരങ്ങ് എന്നുള്ളത് നമുക്കറിയാം, பண்ண முடியுமாന്ന് ആയി വരുന്നുള്ളൂ. ഓക്കെ കുരങ്ങ് ഡോഗ്, ഓക്കെ ഓക്കെ നൈസ്, ഓക്കെ എപ്പോൾ വരും? അപ്പോൾ എപ്പോൾ വരും? മലയാളം ടച്ചല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ വരണം, ഇപ്പോൾ വരേ? ബാംഗ്ലൂർ തമ്പി പ്രോഗ്രാം, കുറച്ച് ഇംഗ്ലീഷും ഉണ്ട് ഇതിൽ. ശരി സാർ, ഞാൻ വന്നിരേ സാർ, എപ്പോൾ? നാളേക്ക് വന്നിരേ സാർ. അപ്പോൾ ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി. ബസ് ഈ ഗ്രാമത്തിൽ നിന്ന് കേട്ടണം, ബസ്സില്ല, തൃശ്ശൂർ വരണം, സേലം പോകണം, തമിഴ്നാട് പോകണം, സേലത്ത് നിന്നാണ് ബാംഗ്ലൂർ വണ്ടി. അതൊന്നും അറിയില്ലല്ലോ. ആൾ സിനിമ എന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. നേരെ വെച്ച് പിടിച്ച് ദൂരമൊന്നും മഴയാണോ വെയിലാണോ തണവാണോ ഒരു പിടിയില്ല. പുലർച്ച അവിടെ ഇവിടെയൊക്കെ ഏതൊക്കെയോ ബസ് കയറി ഞാൻ എത്തിയത് നോക്കുമ്പോൾ 5-6 സ്കോപ്പിയും സാധനങ്ങളൊക്കെ വന്നു കൊടുക്കണം, മന്ത്രിക്കാവും. ഓക്കെ, അപ്പോൾ എനിക്ക് കയറി പറഞ്ഞു റിഫ്രഷ് ആയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ലാപ്ടോപ്പ് കൊണ്ട് വെച്ചു. ഇതാണ് ചെയ്യേണ്ട ശബ്ദം, കുരങ്ങൻ. നോക്കിയപ്പോഴേ കോത്തി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നടക്കണം, കുറേ ചേച്ചിമാർക്കും നടക്കുന്ന സാധനം. അത് ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടിരുന്നല്ല എന്നുണ്ട്, ഈ സാധനം സിനിമയിൽ അഭിനയിക്കുന്നു അറിഞ്ഞത് ഇപ്പോഴാണ്. എൻ്റെ ഉള്ള ഗ്യാസ് പോയി, ഇത് എന്ത് ചെയ്യും? കഴിച്ച മസാല ദോശ ആവിയായിട്ട് പോയി. AC റൂമിൽ നിന്ന് വയർക്ക്, ഇതേപോലെ ഇന്ന് വയർക്ക് ഈ കുരങ്ങനെ എങ്ങനെ ചെയ്യും? പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. കാരണം പുറത്തുനിന്ന് നിറച്ച് ക്യാമറ, 8 ക്യാമറ കന്നഡ ബാംഗ്ലൂർ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം പുറത്തുനിന്ന് ഗൂഗിളിൽ നിന്നൊക്കെ സൗണ്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. പിന്നെ വലിയ വലിയ ആൾക്കാരെ വിളിച്ച് നോക്കി, പറ്റിയില്ല. അവസാനം സൺ ടിവിയിലേക്ക് വിളിച്ചപ്പോഴാണ് ആനിമൽസിന്റെ ശബ്ദം എടുക്കുന്ന ഒരാളുണ്ട്. ഇത് സിനിമ തെലുങ്ക് അല്ല, കന്നഡ സിനിമ. ആ നാട്ടിലെ ഏറ്റവും വലിയ ഡയറക്ടർ അപ്പു പപ്പു എന്ന് പറഞ്ഞ സിനിമ, സൗന്ദര്യ ജഗദീഷ് സാറാണ് പ്രൊഡ്യൂസർ, ഏറ്റവും വലിയ പ്രൊഡ്യൂസർ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളപ്പോഴേക്കും വന്ന് കയറുന്നു സ്റ്റാർട്ട്. ഇവർ 2-3 ദിവസമാണ് അതിൻ്റെ ഡബ്ബിങ് പീരീഡ് ഇട്ടുള്ളത്. 2:30 എന്ന് പറഞ്ഞ ടൈം, കാലത്ത് 10 മണി തൊട്ട് 2:30 വരെ ചെയ്തിട്ട് അത് കണ്ട് തീർത്താ അവിടുത്തെ സിനിമ. പിന്നെ അവിടുന്ന് ഞാൻ ബസ്സിലും ഒക്കെയാണ് വന്ന്, ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്, നല്ലൊരു ക്യാഷ്. ആ സിനിമയുടെ നായകൻ ഇദ്ദേഹത്തിൻ്റെ മോനായിരുന്നു. അവൻ എൻ്റെ കൈ പിടിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അന്നത്തെ ഭക്ഷണം അവിടെ നിന്നായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഡബ് ചെയ്തത് ഒരു കന്നഡ മൂവി അപ്പു പപ്പു ആണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊന്ന് തട്ടി വെക്കും ഒന്ന് ഓർമ്മിക്കാനായിട്ട്. ഈ കുരങ്ങൻ ചിരിക്കുന്ന ശബ്ദം എങ്ങനെയാണ് ചെയ്യും ചേട്ടാ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, എന്നാലും എടുക്കന്നെ വെച്ച് കാച്ചന്നെ. ഇതാണ് വേറെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ സിനിമയിൽ. പിന്നെ അതുപോലെ തന്നെ ഇതേ സംഭവം, നല്ലൊരു വില്ലൻ്റെ അതും കന്നഡയിൽ തന്നെയാണ് വന്നത്. ജോഷ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടിയത് എൻ്റെ സുഹൃത്ത് റോബോ ഗണേഷ് ആണ്. റോബോ ഗണേഷ് എന്ന് പറയും. അപ്പോൾ റോബോ ഗണേഷ് നല്ല ആക്ട് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റേജ് പെർഫോമറാണ്. ആളുടെ ഫസ്റ്റ് സിനിമ റോബോ.
അപ്പം ഇദ്ദേഹം ചേസ് ചെയ്തിട്ട് നടിയെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. അപ്പം അതിൽ ഇദ്ദേഹത്തിൻ്റെ ശേഷം ഡൈനോസറൊക്കെയാണ്. അപ്പം അതിന് ശബ്ദമൊക്കെ കൊടുത്തത് ഞാനാ. ആ സിനിമയിൽ അദ്ദേഹത്തിന് നല്ല വില്ലൻ അവാർഡും കിട്ടും. ജോഷ് സിനിമയുടെ പേര്. ഇതൊന്നും മലയാളത്തിൽ ആർക്കും അറിയില്ല കേട്ടോ. കാരണം അത് ഭയങ്കര വ്യത്യസ്തമായ അനുഭവമാണ്. കാരണം സാധാരണ നമുക്കൊരു മിമിക്രി ആർട്ടിസ്റ്റിന് കുറെ ആർട്ടിസ്റ്റുകൾ ശബ്ദം എടുക്കുന്നു, പക്ഷേ ഓൾറെഡി ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല. പക്ഷേ ഇങ്ങനത്തെ ശബ്ദങ്ങൾ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും ഇതൊരു ടെക്സ്റ്റ് തന്നെയാണ്. രണ്ടാമത്തത് ഇത് കഴിഞ്ഞ് ജോഷിയിൽ ഡബ് ചെയ്തു ഈ സാധനമൊക്കെ. ഞാനൊന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല നമ്മൾ എപ്പിസോഡ് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഔട്ട് വന്നപ്പോൾ ബെസ്റ്റ് വാട്ട് ഗോസ് ടു റോബോ ഗണേഷ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് അവൻ അയച്ചിട്ട്, ബെസ്റ്റ് വില്ലൻ ഞാനാടാന്നൊക്കെ ഒരു തമിഴിൽ. അവൻ കിട്ടിയേ. അപ്പോൾ അവൻ ക്ഷണിച്ചു, നീ വായോ. അപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് അവൻ അതിൽ കന്നഡയിലായാലും കോമ്പയർ ഉണ്ട്. അപ്പം നീ പറഞ്ഞാൽ മതി, റെയിൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറഞ്ഞോളും. ലിസ്റ്റ് കൊടുത്തു. അപ്പം ഇനി അത് ഓഡിയോ എന്ന് പറയാം. എടാ സിനിമയുടെ ഓഡിയോ ലോഞ്ചില്ലേ, ഓഡിയോ അത് അടുത്ത പടം എന്തോ എനിക്കറിയില്ല, ഓഡിയോ ലോഞ്ചിന് പറയാൻ വെച്ചാൽ കിറ്റ് വന്നില്ല. റാപ്പ് സംഗീതമാണ് അതിൽ തന്നെ. ആ സിനിമയിലെ പാട്ട് ഒന്നുകൂടി എടുക്കുക എന്തൊക്കെയോ. എനിക്ക് വേറെ കന്നഡയും മനസ്സിലായില്ല, തമിഴും. ഇവൻ പറഞ്ഞൊന്നും നീ മ്യൂസിക്. അന്ന് ആദ്യമായിട്ട് ഒരു സിനിമയിലെ പാട്ടുണ്ട് ഓഡിയോ ലോഞ്ച്. എൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ഞാൻ മാത്രം ബീറ്റ് അവരെ പാട്ട് ലോഞ്ച് ചെയ്തു എന്നുള്ള. അത് 75th കന്നഡ മൂവിയുടെ വലിയ സെലിബ്രേഷൻ. 75th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള കന്നഡ മൂവി. ഇന്നിപ്പോൾ KGF ഒക്കെ കാണുമ്പോൾ ഞാൻ ഈശ്വര അവിടെ നിന്നാൽ മതിയായിരുന്നു. സത്യം നമ്മളവിടെ നിന്നാലും ഇപ്പം പണ്ട് മദ്രാസിയിൽ നിന്നാലാണ് കൂടുതൽ അവസരങ്ങൾ വരിക എന്ന് പറഞ്ഞ പോലെ. രസം എന്താണെന്നറിയോ, ഈ കന്നഡ മൂവി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചൂല ഒന്നുമില്ല. കുറേ നടന്മാർ വരുന്നു, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യൻസ് ഉള്ളത് മലയാളികളായിരുന്നു. സത്യം. ഞാൻ അന്നേ കൊഞ്ചം അങ്ങ് പോയി മലയാളത്തിൽ പറയടാ, അപ്പോൾ അത് മലയാളി. അപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഇപ്പം ഇന്ന് നോക്കി കാന്താര അടക്കം എല്ലാ സിനിമകളും വന്നു. അതെ, കന്നഡ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് വലുതായി. അതിൻ്റെ ടെക്നോളജി മാറി, അതിൻ്റെ കാഴ്ചപ്പാട് മാറി, അതിൻ്റെ മൊത്തത്തിൽ തന്നെ കാന്താര 2 കൂടെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സംഭവം. കുറേ കുട്ടികൾക്ക് എനിക്ക് ഈ മ്യൂസിക് പഠിപ്പിച്ച മത്സരങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ഇപ്പോൾ എനിക്കധികം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന നാഗസ്വരം എന്ന് കേട്ടില്ല, എന്തിട്ടാ ഇത് ഇങ്ങനെയാണ് നമ്മൾ കേട്ടുള്ളത്. ഇതിലേക്ക് കാന്താരയിലെ തീം സോങ് എന്ന് പറഞ്ഞിട്ട് അതുകൂടെ മിക്സ് ചെയ്തു സിനിമ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം അന്ന് മത്സരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇത് എടുത്തു ഗംഭീരമായിട്ട് എല്ലാവരും സ്റ്റേറ്റിലേക്ക് 5 പിള്ളേരാണ് കഴിഞ്ഞ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം 5 കുട്ടികളും ഏകരയോടെ സ്റ്റേറ്റിലേക്ക് വന്നു. ഇപ്പം പുതിയ ഇറങ്ങിയതിലും മ്യൂസിക് ഉണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. അല്ല, അപ്പം അതൊക്കെയാണ് പുതിയത് പഠിപ്പിക്കും. ഈ വർഷം എത്ര വിദ്യാർത്ഥികളെ മത്സരാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു? അതെ രസം മിമിക്രിക്ക്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും, ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടാവും. പോയിൻ്റ് എന്താണെന്നറിയോ, നമ്മളെടുത്തൊരു കുട്ടി വരികയാണ്, പക്ഷേ ഇത് പഠിക്കണം എന്നൊക്കെ വരികയാണ്. ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പാസ്സായി, സബ് ജില്ല ജസ്റ്റ് അറിയാം, എങ്ങനെയെങ്കിലും ഒന്നും ജില്ല വരെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ എല്ലാ സാധനങ്ങളും പഠിപ്പിക്കും അല്ലേ. സ്റ്റേജ് വരെ എത്തി. ഒരാളല്ല പറയണട്ടാ, ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കുഴപ്പമില്ല. ഈ മാതാപിതാക്കളും അവരെ വീട്ടുകാർക്കൊക്കെ അതിനേക്കാട്ട് കൂടുതൽ വേണം. മാജിക്കായാലും എങ്ങനെയാണ്. ഇപ്രാവശ്യം ഞാൻ അനുഭവിച്ച വിഷമം ഞാനത് പറഞ്ഞൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ലേ, ഇപ്രാവശ്യം നമുക്ക് തന്നെ അവരെന്നെ ചെയ്തെങ്കിൽ സന്തോഷമാണ്. പക്ഷേ നമ്മളടുത്ത് എന്ത് പറയണം, വേസ്റ്റ് അതേ ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യണ കേട്ടോ. അപ്പോൾ നമ്മളെന്ന് തിരുത്തലുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. പൈസ എല്ലാവരും എഴുതുന്നത് ഈ സാധനം ഇങ്ങനെ ചെയ്യണം, സാധനം ഇങ്ങനെ ചെയ്യണം. അല്ല, ഏതൊരു കുട്ടി മാത്രം നമ്മളെടുത്ത് നിന്ന് സാധനം പഠിച്ചു. അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിരിച്ച് ഒരു കുട്ടീനെ പഠിപ്പിച്ചു, പിന്നെ അവളുടെ അനിയൻ്റെ വേറെ സ്കൂളാണ്, ക്ലാസ് ഇവരാണ്. പിന്നെ ഇപ്പോൾ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഐറ്റംസ് പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺ തന്നെ അടുത്ത പ്രാവശ്യം ചെയ്ത് ഫസ്റ്റ് മേടിക്കാം എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരിക്കലും കോപ്പി ആകുമ്പോൾ ഇത് വികസിക്കുന്നില്ല.
ഓരോ വർഷവും ഉള്ള അപ്ഡേറ്റ്സ് ഒന്നും നടക്കുന്നുണ്ട്. അപ്ഡേഷൻ ഞാനിപ്പോൾ എന്നിട്ട് കാണാൻ പോയി വരെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, മാറ്റങ്ങളുണ്ടോ. അതായത് ഒരു നല്ല കോഴിക്കൂട്ടല്ലേ നേരെ ഗ്രില്ലിൽ വെച്ചിട്ട് കരിച്ചെടുത്തിട്ട് പുകമണൊക്കെ ആയിട്ട് കിട്ടില്ലേ, സംഭവം നല്ല ടേസ്റ്റാ. പക്ഷെ അതിന്റെ ഒരു ഫ്രഷ്നെസ് പോയി, ആവശ്യമില്ലാത്ത കുറെ ഫ്ലേവർ കയറി, ആക്ഷൻസ് കയറി, വേവിന്റെ ഒരു ലെങ്ത് കൂടി. ഇപ്പോൾ ഞാനിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മളിതിലൊരു ഇൻഫർമേഷൻ കൊടുക്കും. അടുത്തായി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അടുത്തായി മോഹൻലാൽ. ഇത് പറഞ്ഞിട്ട് ആ മോഹൻലാൽ എടുക്കുന്നില്ലേ, ലാൽ സാറിൻ്റെ ശബ്ദം എടുക്കാൻ പോണത് ഒരു സെക്കൻഡ് മാറാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം പഠിപ്പിക്കുമ്പോൾ ഇപ്പം അടുത്തായി കുയിൽ, പിന്നെ നിർത്തല, എടുക്കാനുള്ള പ്രിപ്പറേഷൻ ബ്രീത്താണ്. ഇങ്ങനൊരു 18-20 ഐറ്റം ഉണ്ടെങ്കിൽ എത്ര സെക്കൻഡ് പോകും? നമുക്ക് ആകെ കിട്ടുന്ന 5 മിനിറ്റാണ്. 5 മിനിറ്റ്, അതിൽ 20 സെക്കൻഡ് കയറി, 20 സെക്കൻഡ് അര മിനിറ്റാണ് കയറുന്നത്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഞാനത് മൈക്രോ ആയിട്ട് ഒരു സാധനം പറയുകയാണ്, നെക്സ്റ്റ് ഇസ് ദിസ് വൺ എന്ന് പറയുക, എല്ലാ സാധനം വരണം. അതായത് അത് മനസ്സിലാക്കുക, അതിനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അടുത്ത് മോഹൻലാൽ ദേവാസുരൻ എന്ന സിനിമ, ദേവാസുരൻ എന്ന സിനിമ വെള്ളമാണ്, നീലണ്ട. അപ്പം ഈ സാധനം പറഞ്ഞ് ജനങ്ങളെ ഒന്നും പഠിപ്പിക്കരുത്. അവർ വിഷ്വലൈസേഷന് എന്ന് പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടുവരണം. അവർ കണ്ണടച്ച് തുറക്കും മുമ്പേ ആ സംഭവം കണ്ടന്റ് അവരുടെ ഉള്ളിലേക്ക് എത്തണം. അതെ, ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്രദ്ധിക്കാതെ പോയ ഒരു വീഡിയോ ഉണ്ട്. അത് എൻ്റെ ഇത് മിസ്സായി, സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനൊപ്പമുള്ള വീഡിയോ മിസ്സായി, കുറേ മിസ്സായി. പക്ഷേ ഒരു വലിയ ക്രൗഡാണ്, ഞാൻ ആഗ്രഹിച്ചൊരു ക്രൗഡ് മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ, എല്ലാവരും ഒരു നിശ്ചിത സമയം, എനിക്ക് മാത്രമേ ഒരു 10 മിനിറ്റും കൂടെ എനിക്ക് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. അന്ന് ആദ്യമായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് മിമിക്രീനെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കോട്ടയുടെ മിമിക്രിക്കാരൻ. പക്ഷെ ഞാനത് തമിഴ്നാട്ടിൽ നിന്നാണ് പഠിച്ചത്. അതിൽ സിരാജയിലും നമ്മൾ ഇതൊന്നും കോട്ടിട്ട്, പക്ഷെ പല സ്ഥലത്തും ഞാനിതിൻ്റെ പവർ മനസ്സിലാക്കി, നമ്മളുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കി. അന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഇതുപോലെ ബ്ലാക്ക് കോട്ട് എടുത്ത് ചെയ്യാട്ടോ, വെടിക്കെട്ട്. അപ്പോൾ വെടിക്കെട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്, കലാഭവനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനമില്ലേ, അടുത്ത് കഴിഞ്ഞു, അടുത്തത് ഡിസ്റ്റൻസ് നോക്കിയോ കേട്ടോ. എൻ്റെ ആരെല്ലാം ഇങ്ങനെ പോവാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ വിത്ത് ആക്ഷനാണ്. ടി വിയിൽ വന്നപ്പോൾ എന്തായെന്നറിയോ, സത്യം ക്ഷമിക്കാനേ സാറേ, നമ്മുടെ മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ ഇത്ര വലിയ ലെജൻഡ്, മേലേക്ക് നോക്കുക, ഞാൻ വെറുതെ ആക്ഷനാണ് നോക്കുമ്പോൾ ആളും അത് ക്യാമറ കറക്റ്റ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന കുട്ടികളുടെ കുറച്ചും കൂടെ ആക്ഷൻ ഇതിൽ ഉണ്ടെങ്കിൽ റിയാലിറ്റി വരും. മാജിക്കിന്റെ ഒരു പാഠതാണല്ലോ ഇപ്പൊ സൗണ്ട് മിസ്ഡയറക്ഷൻ. അതെ അതെ, നമ്മളെ ശ്രദ്ധയെ അതിലേക്കും കൂടി വരുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടി കയ്യടി കിട്ടാനുള്ള ഒരു അതേപോലെ നമ്മൾ ഇത്രേ ഉള്ളൂ നോക്കട്ടാ, ഇവിടെ എല്ലാം മാറും നോക്കിയോ. മൊത്തം പാനിങ് ഒന്നുമില്ല, നമ്മളെടുക്കുന്ന ഈ മൈക്കിൻ്റെ എൻഡിൽ നിന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ ഓഡിയൻസും ഒപ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കി ഹെലികോപ്റ്റർ വേറൊരു എടുക്കണത്. അപ്പം ഈ ഓഡിയൻസ് സെയിം സാധനം വിഷ്വലൈസേഷൻ. അതുപോലെ എല്ലാവരും ഇപ്പോൾ എനിക്കൊരു പരിമിതി ഉണ്ട് വെച്ചാൽ മൈക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാരും പറയുന്നത് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ മൈക്ക് കയ്യിലെടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഇതേ വരുന്നു. അപ്പോൾ എന്തായി നമ്മുടെ മൈക്ക് മൊമെൻ്റ് ധ്യാന വരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഉരുൾപൊട്ടലിൻ്റെ കൺസെപ്റ്റാണ് ചെയ്തത് വയനാട്.
അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ക്യാമറ പിടിക്കുമല്ലോ, ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഞാൻ ടൈമിൽ നോക്കണം, പെർഫോമൻസ് ഇവൾക്ക് കാണിച്ചു കൊടുക്കണം. സ്റ്റേറ്റാണ് കേട്ടോ. ഞാൻ ജഡ്ജസിന് ഒരു കുട്ടീനെ നമ്മൾ ഒരുക്കി ഒന്നല്ല 5 പേരുണ്ട്. അപ്പോൾ അവർ എറണാകുളത്ത് നിന്നാണ്. അപ്പം പെൺകുട്ടിയാണ്. ഞാൻ ജഡ്ജസ്, പിന്നെ ഒരു റോ, അത് കഴിഞ്ഞ് ഞാൻ ഇരിക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതാ വരുന്നു ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡയലോഗ് അതാ വരുന്ന ഉരുൾപൊട്ടൽ. ഞാൻ വീട്ടിൽ ഇപ്പം എല്ലാ വീഡിയോസ് നോക്കാം കേട്ടോ, നോക്കണം. എൻ്റെ ഇടയിൽ അതാ വരുന്നു ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെക്കനുണ്ടല്ലോ വീഡിയോ ഇപ്പോഴുണ്ട്. സത്യം ആ കുട്ടി പറയുന്നത് അതാ വരുന്നു ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞപ്പോൾ ഇവനെ പേടിച്ചിട്ട് അവൻ്റെ ഞെട്ടലും സാധനങ്ങളും കണ്ടപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട് പിടിച്ചു. എന്തിനും ഒരു ഈ വർഷം ഇപ്പോൾ അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് തുറന്ന് പറയില്ല, നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് ആയിരിക്കും. പലപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്ത് ചിലപ്പോൾ പകർത്തി അത് അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും വിളിച്ച് പറയും. ഇപ്പം എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജെമിൻ ചേട്ടാ ആ അപ്ലോഡ് ചെയ്തവരോട് ഒന്ന് ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പൊ ഒരു 12 സ്ഥലത്തേക്ക് ഇത് റിപ്പീറ്റ് പോകാനുള്ളതാണ്. പക്ഷെ അച്ഛൻ്റെ ഭാഗം പറയാം, എൻ്റെ മോൻ ജില്ലയിലേക്ക് സെലക്റ്റായി, ഇതാ വീഡിയോ തമ്പ്, അത് താങ്ക് ഗോഡ്. അത് നമ്മുടെ നെഞ്ചത്താ കൊണ്ടിരിക്കുന്നത്. എനിക്കടിക്കുന്നത് ഈ സാധനം അതിന് സംഭവം ഉണ്ടായി. ഞാൻ പോളിടെക്നിക്കിൽ ജഡ്ജായിട്ടിരിക്കുക. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നിർത്തി പരിപാടിച്ചാ ജഡ്ജ് അവൾ നിർത്തി. റിസ്ക് പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റത്തെ ചെസ്റ്റ് നമ്പർ ആണ് അടുത്ത്. കുറേ പിള്ളേർ സ്റ്റേറ്റാണ് പോളിടെക്നിക്, അത് എൻജിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, കുറച്ച് പിള്ളേർ. അടുത്ത ഒരു ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പ്രശസ്ത മിമിക്രിക്കാരനും സൺ ടി വി, വിജയ് ടി വി ചാനൽ പ്രശസ്ത മിമിക്രിക്കാരൻ, ദ സൗണ്ട് മജീഷ്യൻ, പിന്നെ എന്തൊക്കെ ഇംഗ്ലീഷ് എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. വെൽക്കം, നമുക്ക് സ്വാഗതം ചെയ്യാം ഈ മിമിക്രി കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞാൽ അത്യുഗ്ര, പിന്നെ കുറേ സാധനങ്ങൾ. ചെസ്റ്റ് നമ്പർ ഫൈനൽ കോൾ ദിസ് വൺ. ഞാൻ ഇരിക്കട്ടോ. ചെസ്റ്റ് നമ്പർ 18. ഓക്കെ. ഇവനെ എൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ എടുക്കണ എല്ലാ പരിപാടിയും ആലോചിച്ചൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? അത് ഇത് കടല് മഴ സാധനങ്ങളൊക്കെ അവനാ ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാതെ മത്സരമായിരുന്നു. ആ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ ജഡ്ജിന്റെ പെർഫോമൻസ് ആണ് എൻ്റെ പെർഫോമൻസ്. ഞാൻ എന്ത് ചെയ്യും? ഈ ജനങ്ങള് തമിഴ്നാട്ടിൽ തമിഴ് സിനിമ ആകുരുപ്പെടുത്തുള്ള സാധന അതും പോയി. എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ കയറിയിട്ട് പറഞ്ഞു, ഇത് അവൻ കാണിച്ച മിമിക്രി മത്സരത്തിലെ മഴ, ശരിക്കുള്ള മഴ നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ ഇതൊക്കെ പോയി. പിന്നെ ട്രെയിനും ചെയ്തു. ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, അവൻ ചെയ്തു പോയി. നമ്മൾ ഗേറ്റ് അടയ്ക്കുമ്പോഴുള്ള ശബ്ദം, ഗേറ്റ് അടയ്ക്കുമ്പോൾ പോകേണ്ട സാധനം നമ്മൾ പാലത്ത് മുകളിൽ ചെയ്തു. ഗേറ്റ് ട്രെയിൻ ആ സമയത്ത് വന്ന സാധനം എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ. പിന്നെ അന്ന് തമിഴിലെ ഒരു ചേട്ടൻ ചെയ്ത സാധനം അപ്പം ആ സ്റ്റേജിൽ ആ സമയത്ത് ഓർമ്മ വരുന്ന സാധനങ്ങളൊക്കെയും. കാരണം ട്രെയിൻ അവൻ ചെയ്തു. തമിഴ്നാട്ടിൽ ചേട്ടൻ ചെയ്ത സാധനം അപ്പം ഓർമ്മ വന്നു, മലയാളത്തേക്ക് എത്തിയിട്ടില്ലെന്ന്. നമ്പർ ഇത് ചെയ്ത കൺസെപ്റ്റ് പറഞ്ഞ സ്റ്റേഷനിൽ ബോണ്ടാട്ടി 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 പൊണ്ടാട്ടി പൊണ്ടാട്ടി എന്നൊക്കെ പറഞ്ഞ ഹ്യൂമർ അതിൽ ആഡ് ചെയ്തിട്ടാണ് തമിഴിൽ പൊണ്ടാട്ടി പൊണ്ടാട്ടി പൊണ്ടാട്ടിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്റ്റൈൽ കയറ്റിയിട്ട് അടുത്ത് വരുന്നത് നമിത എക്സ്പ്രസ്. അപ്പം എനിക്ക് കൗതുകമാണ് തമിഴിൽ നമിത എക്സ്പ്രസ്സോ അതെന്തൊരു സാധനം. അവർ ഇതെങ്ങനെയാണ് വന്നത്? അത് പഠിക്കുന്നത് നെഞ്ചിൻ്റെ ശബ്ദം തമിഴിലാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത് തന്നെ. അല്ല, ഇതടക്കം എനിക്കിവിടെ ചെയ്യേണ്ടി വന്നു. കാരണം മിമിക്രി അറിയാലോ ചോദിച്ചാൽ അതൊക്കെയും കോപ്പിടിയാണ്. പക്ഷെ അതിൽ നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ വരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഞാൻ ഈ ഇതേപോലെ കൊല്ലം ഒരു കൈയ്യടി കിട്ടിയ ഒരു ഐറ്റം നമ്മളും കൂടി അത് ഡിസൈൻ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല മിക്കവാറും. ഞാൻ ജഡ്ജായിരുന്നില്ല. നമ്മളെ ജഡ്ജല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറയട്ടെ, ഞാൻ ഞെട്ടിപ്പിച്ചിട്ട് പയ്യൻ അവനൊന്നും കിട്ടിയില്ല. അവനൊന്നും കിട്ടിയില്ല. തൃശ്ശൂരിലൊരു സ്റ്റുഡൻ്റാണ്. അവനത് കാണുന്നുണ്ടെങ്കിൽ അവൻ നേരിട്ട് പറയാനുള്ള സാധനമാണ്. നമ്മൾ ശരിക്കും ഈ പാടത്ത് നിന്നിട്ട് വെടിക്കെട്ട് കാണില്ലേ, പോയി പൊട്ടറതില്ലേ, ഇത് രസമായിട്ടെന്ന് അറിയാൻ കുറേ ചെയ്തേ. സാധാരണ വെടിക്കെട്ടിൽ നിന്ന് മാറിയിട്ട് ഈ പാടത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സാധനം. ഇതല്ല അതിനെ അപ്പുറത്തേക്കാണ് ചെയ്തേ. ഒരു പ്രാവശ്യമല്ല, ഒരു 5 പ്രാവശ്യം അവൻ്റെ നമ്പർ തപ്പിപ്പിടിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അവനൊന്നും കിട്ടിയില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ ഇരിക്കുന്ന പ്രാവശ്യത്തെ 3 ജഡ്ജി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് മിമിക്രിയുമായി യാതൊരു തരത്തിലും ബന്ധവുമില്ല. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ.